വെൽക്കം ടു എൻറൂട്ട് എക്സ്പ്ലോർ. നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഒരു വെള്ളച്ചാട്ടമാണ്. നമ്മുടെ പൂഞ്ഞാറ് പാതാമ്പുഴയുള്ള അരുവിക്കച്ചാൽ എന്ന് പറയുന്ന വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മളിത് പോകുന്നത്. ഈയിടെ ഇൻസ്റ്റാഗ്രാമിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വാട്ടർഫാൾസാണ് നമ്മുടെ ഈ അരുവിക്കച്ചാൽ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ മുണ്ടക്കയത്ത് നിന്ന് കൂട്ടിക്കൽ വന്ന് കൂട്ടിക്കൽ നിന്ന് ചോലത്തടം കയറിയാണ് നമ്മൾ പാതാമ്പുഴ ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളീ പോകുന്ന റൂട്ടിൽ തന്നെ ഒരുപാട് ചെറിയ വെള്ളച്ചാലുകളുണ്ട്. ഏകദേശം 10ഓളം വെള്ളച്ചാലുകളുണ്ട്. നമ്മൾ അതിനകത്തൂടെയാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മഴക്കാലമൊക്കെ ആകുന്ന സമയത്ത് നല്ല ഒരു കാഴ്ചയാണ് നമ്മുടെ ഈ റൂട്ട്. കൂട്ടിക്കൽ നിന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് ഈ ചോലത്തടം എന്ന് പറയുന്ന ആ ഒരു സ്പോട്ടിലേക്ക് എത്താം. അപ്പോൾ ഈ പോകുന്ന 3-4 കിലോമീറ്റർ നല്ല കാഴ്ചയാണ്. ലെഫ്റ്റ് സൈഡിൽ നല്ല താഴ്വാരങ്ങളും മഞ്ഞ് മൂടുന്ന മലകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. റൈറ്റ് സൈഡിലാണെങ്കിൽ ഈ പറഞ്ഞ 10ഓളം വരുന്ന വെള്ളച്ചാലുകളുമാണ്. ഭയങ്കര ഹെവി ആയിട്ടുള്ള മഴയൊക്കെയുള്ള സമയത്ത് ഇതിലേ പോകുമ്പം അധികം ശ്രദ്ധയോടെ പോകേണ്ടി വരും. കാരണം വെച്ചാൽ ഇത്രയും വെള്ളച്ചാലുകൾ ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും നല്ല വെള്ളം വരാനുള്ളൊരു സാധ്യത ഈ റൂട്ടിലുണ്ട്. പിന്നെ റോഡൊക്കെ നല്ല റോഡാണ്. അതുപോലെ തന്നെ നല്ല വീതിയുള്ള റോഡൊക്കെ ആയതുകൊണ്ട് തന്നെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ പുറത്തുനിന്നൊക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ കാണാൻ പറ്റുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മുടെ ഈ റോഡിലുണ്ട്. അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്ന വഴികളൊക്കെ നല്ല രീതിയിൽ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ഹൈ റേഞ്ചിൻ്റെ പ്രതീതിയുള്ള ഒരു സ്പോട്ടാണ് നമ്മുടെ ഈ റൂട്ട് എന്ന് പറയുന്നത്. മുന്നോട്ട് പോകുന്ന വഴിയിലൊക്കെ അത്യാവശ്യം നല്ല മഞ്ഞുണ്ടായിരുന്നു. നമ്മുടെ ഇടുക്കി ജില്ല പോലെ തന്നെ അത്യാവശ്യം നല്ല ഹൈ റേഞ്ച് ഫീൽ തോന്നിപ്പിക്കുന്ന നല്ലൊരു സ്പോട്ടാണ് നമ്മുടെ ഈ റൂട്ട്. നമ്മളങ്ങനെ മുന്നോട്ട് പോയി പാതാമ്പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലം എത്തുന്നതിന് വരെ നമ്മൾ ഈ റോഡ് തന്നെയാണ് പോകുന്നത്. പാതാമ്പുഴയിൽ നിന്ന് നമ്മൾ ഇപ്പം പൂഞ്ഞാറ് ഈരാറ്റുപേട്ട ഭാഗത്തേക്ക് പോകുന്ന വണ്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ റൈറ്റ് എടുക്കണം. മെയിൻ റോഡിൽ തന്നെ അങ്ങോട്ടുള്ള ഡീവിയേഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്, സിഗ്നലുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പൂഞ്ഞാർ ടൂറിസം എന്ന് പറഞ്ഞ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി മുന്നോട്ട് പോകുമ്പോൾ ഒരു ചെറിയ പാലം ഉണ്ടാവും. പാലത്തിന് കൈവരിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് എടുത്ത് പോവുക. പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഇടുങ്ങിയ റോഡാണ്, ചെറിയ വഴികളാണ്. ഓപ്പോസിറ്റ് വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മളെന്തായാലും പോയ ടൈമിൽ വേറെ വണ്ടികളോ കാര്യങ്ങളൊന്നും വന്നില്ല. നമ്മൾ രാവിലെ തന്നെയാണ് പോയത്. അപ്പം അങ്ങോട്ട് കയറി പോകുമ്പം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഹൈ റേഞ്ച് ഏരിയയിലൊന്നും വണ്ടി ഓടിക്കാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് പോകാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ മുന്നോട്ട് പോയ ടൈമിൽ നമുക്ക് തോന്നിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെയുള്ള നാട്ടുകാരാണ്. നാട്ടുകാരൊക്കെ ഭയങ്കരമായിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഈ വഴിയൊക്കെ ഇടയ്ക്ക് ചോദിക്കാൻ ഒക്കെ നിർത്തുമ്പോൾ അവർ ഭയങ്കര പോസിറ്റീവായിട്ടാണ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. അവരൊരു സന്തോഷത്തോടെ അവരുടെ ഒരു സ്പോട്ട് കാണാൻ വരുന്നൊരു ഗസ്റ്റിനെ പോലെ അവർ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് വിടുന്നുണ്ട്. അതും നല്ലൊരു കാര്യമായിട്ട് തോന്നി. ടൂറിസം ഇപ്പം ചെറിയ ചെറിയ മേഖലകളിലേക്ക് കൂടെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മെയിൻ ടൂറിസം ഡെസ്റ്റിനേഷൻ മാത്രമല്ല ഇപ്പോൾ ഉള്ളത്, ഓഫ് ബീറ്റ് ആയിട്ടുള്ള ഒരുപാട് ഡെസ്റ്റിനേഷനുണ്ട്. എന്തായാലും നമ്മൾ ഈ പറഞ്ഞ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അവിടെ നമുക്ക് വണ്ടി ഇടാനുള്ളൊരു സ്പേസൊക്കെ ഉണ്ട്. റബ്ബർ തോട്ടമാണ്, അതിൻ്റെ ഇടയ്ക്ക് വണ്ടി ഇടാനുള്ള സ്പേസൊക്കെ ഉണ്ട് അത്യാവശ്യം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് നടക്കുമ്പോഴത്തേനും ആകെ മൊത്തം നല്ലൊരു ഗ്രീനറിയാണ്. നമ്മളിങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ തന്നെ നമുക്ക് ചെറുതായിട്ട് കാണാൻ സാധിക്കും ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വൈഡ് ലുക്ക്. പക്ഷേ നമുക്ക് മരങ്ങളൊക്കെ ഒരുപാട് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഒന്നും കിട്ടില്ല. പക്ഷേ അതൊഴുകി താഴേക്ക് പോകുന്നതിൻ്റെ ഒരു കാഴ്ചയൊക്കെ കാണാൻ നല്ല രസമാണ്. ആ ഗ്രീനറിയിൽ അകത്തൂടെ നല്ല വൈറ്റ് കളറിൽ ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. എന്തായാലും നമ്മൾ മുന്നോട്ട് നടക്കും തോറും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു എരപ്പ് അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് നമ്മുടെ ചെവിയിലോട്ട് നല്ലപോലെ എത്തുന്നുണ്ട്. നമുക്ക് മുന്നേ എറണാകുളത്തുനിന്ന് ഇത് കാണാൻ വേണ്ടി മാത്രമായിട്ട് വന്നൊരു ടീമുണ്ടായിരുന്നു. അവർക്ക് ഈ റോഡ് കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞു. അതാണ് നമ്മൾ പറഞ്ഞ നേരത്തെ ഈ റോഡിൽ കൂടെയൊക്കെ വരുമ്പോൾ പരിചയമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് വരാൻ ശ്രമിക്കുക. എന്തായാലും നമ്മൾ മുന്നോട്ട് വന്ന് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ കണ്ടൊരു ഫീൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതായിരുന്നില്ല. വലിയ തിരക്കോ ബഹളങ്ങളോ ആരും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ നല്ല കാറ്റുണ്ടായിരുന്നു. കാറ്റെന്ന് പറഞ്ഞാൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ശക്തി കൊണ്ടടിക്കുന്നൊരു കാറ്റാണ്. അതുപോലെ തന്നെ ഇറിച്ചിൽ നല്ലപോലെ അടിക്കുന്നുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുള്ള നല്ലൊരു ഓഫ് ബീറ്റ് ലൊക്കേഷനാണ് നമ്മുടെ ഈ വെള്ളച്ചാട്ടം. നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നനയും. അത്യാവശ്യം നല്ല ഹൈറ്റിൽ നിന്നാണ് വരുന്നത്. അതുപോലെ കാറ്റും കൂടെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ അടുത്തേക്ക് നല്ല രീതിയിൽ എറിച്ചിലൊക്കെ അടിച്ച് കയറും. നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ തന്നെ നമ്മുടെ ഷർട്ടും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് വരുന്ന ഒരു ഓഫ് ബീറ്റ് ലൊക്കേഷനാണ് നമ്മുടെ ഈ അരുവിക്കച്ചാൽ വാട്ടർഫാൾസ്. ഭയങ്കര ശക്തമായ മഴയില്ലാത്ത സമയങ്ങളിലൊക്കെ ഇതൊക്കെ വന്ന് എല്ലാവരും എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക.
നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് അധികം വൈകാതെ മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇവിടെ വലിയ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും നിലവിലില്ല. പക്ഷേ ശക്തമായ മഴയുള്ള സമയങ്ങളിൽ ഇതിൻ്റെ അടുത്തേക്കൊന്നും പോകാതിരിക്കുക. എന്തായാലും നമ്മളതെല്ലാം കണ്ട് ആസ്വദിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് പോരുകയാണ് ചെയ്തത്. എന്തായാലും ഇങ്ങനത്തെ ഓഫ് ബീറ്റ് ലൊക്കേഷനുകളൊക്കെ കാണാനും അറിയാനും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ പഴയ വീഡിയോസൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കാണാൻ ശ്രമിക്കുക. ഗുഡ് ബൈ.